ഹലോ എവരി വൺ, വെൽക്കം ടു ദ വുമൺ ഓഫ് ഓണർ സീരീസ്. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഒരു നല്ല ദിവസം നേർന്നുകൊണ്ട് നമുക്ക് ഒരു ചെറിയ ചിന്തയിലേക്ക് പോവാം. എല്ലാവരെയും ഒരിക്കൽ കൂടെ ഞാൻ ക്ഷണിക്കുകയാണ്. അതായത് നമ്മൾ ബൈബിളിൽ പല കഥാപാത്രങ്ങളെയും കാണാറുണ്ട്. അതിൽ ഒരു വളരെ പ്രശസ്തി ആർജിച്ച ഒരു വ്യക്തിയാണല്ലോ ദാനിയേൽ. ദാനിയേലിനെ പറ്റി പറയുമ്പോൾ ഫെയ്ത്ത്ഫുൾ ആൻഡ് ഹോണസ്റ്റ് വാസ് ദാനിയേൽ എന്നാണ് പറയുന്നത്. ദാനിയേൽ വാസ് സോ ഫെയ്ത്ത്ഫുൾ. നമ്മൾ ബൈബിളിൽ സങ്കീർത്തനത്തിൽ വായിക്കുന്നുണ്ട്, അല്പത്തിൽ വിശ്വസ്തനായിരിക്കുക. അതുപോലെ തന്നെ ലേഖനങ്ങളിലും അതുപോലെ തന്നെ നമ്മൾ ഗോസ്പലൊക്കെയും വായിക്കുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാണാൻ സാധിക്കും. അതായത് അല്പത്തിൽ വിശ്വസ്തനായിരിക്കുക, അപ്പോൾ ദൈവം നമ്മളെ അധികത്തിൽ വിചാരകനാക്കുമെന്നുള്ള ഒരു പാരബിളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്, അതിനെക്കുറിച്ചൊക്കെ. അപ്പോൾ നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ അല്പത്തിലായാലും അധികത്തിലായാലും വിശ്വസ്തരായിരിക്കണം എന്നുള്ളതാണ് ദൈവം ആഗ്രഹിക്കുന്ന കാര്യം. ഒരുവൻ്റെ വഴിയിൽ യഹോവയ്ക്ക് പ്രസാദം തോന്നിയാൽ അവൻ്റെ വഴി, അതായത് അവൻ്റെ വഴിയല്ല അവൻ്റെ ഗമനത്തെ തന്നെ ദൈവം സ്ഥിരമാക്കുന്നു എന്നാണ്. ദൈവം എന്നും വന്നിട്ട് വിശ്വസ്തരായിട്ടുള്ള ആൾക്കാരെയാണ് നോക്കിക്കൊണ്ടിരുന്നത്. ജെറമ്യ 5:3 പറയുന്നത്, നിൻ്റെ കണ്ണ് വിശ്വസ്തതയല്ലോ നോക്കുന്നത്. അതായത് ഒരു ഗോഡ് സെർച്ച്ഡ് ഫോർ ഓൺലി പേഴ്സൺസ് വിത്ത് ഹോണസ്റ്റി എന്നുള്ളത്. അവൻ നിഷ്കളങ്കനും നേരുള്ളവനും ദൈവഭക്തനും ദോഷം ഇട്ടകലുന്നവനും ആയിരുന്നുവെന്ന് നമ്മൾ ജോബിനെ കുറിച്ച് വായിക്കുന്നുണ്ട്. ജോബിനെക്കുറിച്ച് അത് ഒരു പ്രാവശ്യമല്ല പല പ്രാവശ്യം അത് എടുത്ത് പറയുന്നുണ്ട്. അവൻ നിഷ്കളങ്കനും നേരുള്ളവനും ദൈവഭക്തനും ദോഷം വിട്ടകലുന്നവനും ആയിരുന്നുവെന്ന് വേറെ ആരുമല്ല, ദൈവം തന്നെയാണ് പറയുന്നത്. അപ്പം നമ്മളെക്കുറിച്ച് പറയുകയാണെങ്കിൽ ദൈവം എന്ത് പറയുമെന്ന് നമ്മൾ ആലോചിക്കേണ്ടതാണ്. നമ്മളുടെ സമയം വേർതിരിക്കുന്നതിൽ വിശ്വസ്തരാണോ? ദൈവമായിട്ടുള്ള ബന്ധത്തിൽ വിശ്വസ്തയുണ്ടോ? ദൈവത്തിന് കൊടുക്കുന്നതിൽ വിശ്വസ്തയുണ്ടോ? നമ്മൾ മറ്റുള്ള ജനങ്ങളുമായിട്ടുള്ള നമ്മളുടെ ഇടപാടുകളിൽ നമുക്ക് വിശ്വസ്തയുണ്ടോ? നമ്മുടെ കുടുംബത്തിൽ നമ്മൾ വിശ്വസ്ത പാലിക്കാറുണ്ടോ? ഇങ്ങനെ പല കാര്യങ്ങളും നോക്കി കഴിയുമ്പോൾ ഈ ഓണസ്റ്റി എന്ന് പറയുന്നത് അത് വലിയൊരു അവാർഡ് പോലെയാണെന്ന് നമുക്ക് ചിന്തിക്കും. നമ്മളത് പ്രാക്ടീസ് ചെയ്യാന്ന് വെച്ചാൽ കഷ്ടമാണെങ്കിലും പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ അത് സമാധാനം തരുന്നത് നമ്മൾക്കൊരിക്കലും അത് പ്രയാസം വരുത്താത്ത ഒരു കാര്യവുമാണെന്നുള്ളതാണ്. എൻ്റെ ഒരു ചെറിയ അനുഭവം പറയുകയാണെങ്കിൽ, ഞാൻ ഇവിടെ ജോലി ചെയ്തിരുന്ന ഗവൺമെൻറ് എസ്റ്റാബ്ലിഷ്മെൻറ്റിലാണ്. അപ്പോൾ വലിയൊരു ഡിഫൻസ് പ്രൊഡക്ഷൻ്റെ ഡിവിഷനാണ്. അവിടെ ഒരുപാട് എംപ്ലോയീസും ഒരുപാട് എക്സിക്യൂട്ടീവ്സും ഒക്കെ ഉള്ള ഒരു കമ്പനിയാണ്. ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ അണ്ടറിൽ, ഡിഫൻസിൻ്റെ അണ്ടറിൽ വരുന്നതാണ്. അവിടെ വന്നിട്ട് വർഷത്തിൽ 3 വർഷം കൂടുമ്പോൾ ഒരു പ്രാവശ്യം ഇലക്ഷൻ നടക്കാറുണ്ട്. എംപ്ലോയീസിൻ്റെയും ഓഫീസേഴ്സിൻ്റെയൊക്കെ വോട്ടുണ്ടാവും അതിനകത്ത്. അവിടെ വന്നിട്ടൊരു നല്ല ക്രെഡിറ്റ് സൊസൈറ്റി, അതായത് ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഉണ്ട്. അപ്പോൾ അതിൽ ഒരു സീറ്റ് വന്നിട്ട് ലേഡീസിന് റിസർവ്ഡാണ്. 9 പോസ്റ്റാണ് ടോട്ടലുള്ളത്. വൈസ് പ്രസിഡൻറ്റ് ചേർന്ന്, പ്രസിഡൻ്റ് എപ്പോഴും മാനേജ്മെൻറ്റ് നോമിനി ആയിരിക്കും. ബാക്കിയുള്ളവർ എലക്റ്റഡ് മെമ്പേഴ്സ്. അതിൽ ഒരു ആൾ വന്നിട്ട് വിമൻ കാൻഡിഡേറ്റ് ആയിരിക്കും. അപ്പോൾ 94 പീരിയഡിൽ ഇലക്ഷൻ, അത് ഗവൺമെൻറ് ഓഫ്, ഇത് ബാംഗ്ലൂരിലാണ്, കർണാടകയുടെ ഗവൺമെൻറ്റിൻ്റെ അണ്ടറിലാണ് അത് വരുന്നത്, സൊസൈറ്റി ആക്ടിൻ്റെ അണ്ടറിൽ വരും. അപ്പോൾ ഈ ഇലക്ഷൻ വരുമ്പോൾ ഇലക്ഷനെ അത് വോട്ടിംഗ് മെഷീനൊക്കെ യൂസ് ചെയ്തിട്ടാണ് ചെയ്യാറുള്ളത്. എനിക്ക് ഇതിലൊന്നും താല്പര്യമില്ലായിരുന്നെങ്കിലും ചില ആൾക്കാർ അതിന് മുമ്പിരുന്ന കമ്മിറ്റി ഒരുപാട് കറപ്ഷൻ ചെയ്യുകയും 93-94 പീരിയഡിൽ 15 lakhs അവർ ഡെപ്റ്റ് കടമാക്കി വെച്ചിട്ട് ആണ് അവരവിടുന്ന് അവരുടെ പീരിയഡ് എത്തിയിരുന്നത്. അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ എംപ്ലോയീസിനും എക്സിക്യൂട്ടീവ്സിനും ഒക്കെ വന്നിട്ട് വേറൊരു ബെറ്ററായിട്ടുള്ള ഒരു കമ്മിറ്റി വരണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. എലക്ഷൻ കണ്ടസ്റ്റ് ചെയ്യാനായിട്ട് എനിക്ക് താല്പര്യമില്ലെങ്കിലും കൂടി ഏതാനും ചിലർ വന്നിട്ട് നിർബന്ധിച്ച്, മാഡം നിങ്ങളെപ്പോലുള്ളവരൊക്കെ വരണം മുമ്പോട്ടെന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ ഞാൻ പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്.
പക്ഷേങ്കിൽ മറ്റുള്ളവരുടെ നിർബന്ധം സഹിക്കാൻ വയ്യാതെ അവസാനം ഞാൻ എസ് എന്ന് പറഞ്ഞ് ചേർന്നു. പക്ഷേങ്കിൽ എനിക്ക് ഇലക്ഷന് ക്യാൻവാസിങ്ങിനൊന്നും ഒരുപാട് ഞാൻ അതിനൊന്നും പോയില്ല. എന്നെ കൊണ്ടാകുന്ന രീതിയിൽ ചില കോമൺ ആയിട്ടുള്ള ക്യാൻവാസിങ് ചെയ്തു. പൈസ മുടക്കാനോ അല്ലെ അതുപോലുള്ള ഒരു കാര്യങ്ങളും ചെയ്തില്ല എന്നുള്ളതാണ്. എന്തായാലും ഇലക്ഷൻ കഴിഞ്ഞ് റിസൾട്ട് വന്നപ്പോൾ റിസൾട്ടിന് പോലും വെയിറ്റ് ചെയ്ത് അവിടെ ഞാൻ അതൊക്കെ ആഫ്റ്റർ ജോലി സമയം കഴിഞ്ഞിട്ടാണ് റിസൾട്ടൊക്കെ അനൗൺസ് ചെയ്യുന്നത്. ഇലക്ഷൻ നടക്കുന്നത് വന്നിട്ട് ജോലി സമയത്ത് നടക്കും, അങ്ങനെയാണ്. അപ്പോൾ അതിനെല്ലാം റിലീസുണ്ട്. എല്ലാ മെമ്പേഴ്സായിട്ടുള്ള എല്ലാവരും വന്നിട്ട് വോട്ട് ചെയ്യും. അങ്ങനെ പല ബൂത്തുകളുണ്ടായിരിക്കും. എൻ്റെ ഞാൻ നിന്നിരുന്ന ടീം, അതായത് നമ്മൾ ഉള്ള ഗ്രൂപ്പ് അത് ജയിച്ചു. അപ്പോൾ ഞാൻ ന്യൂസ് അറിഞ്ഞു, വീട്ടിലിരുന്നാണ് അറിയുന്നത്. പിറ്റേ ദിവസം ജോലിക്ക് ചെന്ന് കഴിഞ്ഞപ്പോഴാണ് ഈ 9 പേര് ജയിച്ചതിൽ എൻ്റേതാണ് ഏറ്റവും കൂടുതൽ വോട്ടുള്ളത്, എനിക്കാണ്. അപ്പോൾ ഞങ്ങളുടെ HR ഡിപ്പാർട്ട്മെൻറ്റിന്, അതായത് വെൽഫെയർ ഡിവിഷൻ്റെ അണ്ടറിലാണ് ഇത് വരുന്നത്, അവർ ഏറ്റവും വലിയ ഓഫീസറിനെ വിളിപ്പിച്ചു. ഞാൻ ചെന്നു. അപ്പോൾ എന്നോട് കൺഗ്രാജുലേഷൻ പറഞ്ഞിട്ട് പിന്നെ ചോദിച്ചു, എന്താണ് നിങ്ങൾക്ക് ഇത്രയധികം വോട്ട് കിട്ടാൻ കാരണം? ഞാൻ പറഞ്ഞ് ആൾക്കാർക്ക് ഒരു ചേഞ്ച് ആവശ്യം, അവർ ചിന്തിച്ചിട്ടുണ്ടാവും ഒരു ചേഞ്ച് വേണമെന്ന്. അതിന് പ്രീവിയസ് കമ്മിറ്റി ഇങ്ങനെയൊക്കെ കറപ്റ്റഡ് ആയിരുന്നല്ലോ, അതുകൊണ്ട് ഒരു മാറ്റം വേണമെന്ന് ചിന്തിച്ചിട്ടുണ്ടാവും, അതുകൊണ്ടായിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞ് അല്ല, അതല്ല കാരണം, എന്താണെന്ന് ചോദിച്ചു. അപ്പം പിന്നെ എന്നോട് പറഞ്ഞു എനിത്തിങ് എൽസ് എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എൻ്റെ അറിവിൽ ഒരു അല്ലെങ്കിൽ കൂടുതൽ ആൾക്കാർ എന്നെ അറിയാമായിരിക്കും, ഞാൻ വേറെ ഡിവിഷനിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു കോണ്ടാക്ട്സ് കൊണ്ട് കുറച്ച് വോട്ട് അധികം വന്നിട്ടുണ്ടാവും. അപ്പോൾ ആ ഓഫീസർ ഒരു കന്നഡക്കാരനാണ്. അദ്ദേഹം എന്നോട് പറഞ്ഞു, ഇല്ല ഞങ്ങൾക്ക് ഞങ്ങളുടെ വിജിലൻസ് റിപ്പോർട്ട് വന്നിരിക്കുന്നത് നിങ്ങളുടെ ഹോണസ്റ്റിയാണ് നിങ്ങൾക്ക് ഇത്ര വോട്ട് കിട്ടാൻ കാരണം എന്ന് പറഞ്ഞിട്ട് എന്നോട് പറഞ്ഞു. അപ്പോൾ ഞങ്ങളുടെ യൂണിയൻ്റെ ഓഫീസിൽ ചെന്നപ്പോഴും അവിടെ ഞങ്ങളുടെ പ്രസിഡൻറ്റ് വന്നിട്ട് ഇത് പറഞ്ഞു. അതായത് എനിക്ക് സീറ്റ് വേണ്ടാന്ന് ഞാൻ പറഞ്ഞ മാത്രമല്ല, മറ്റുള്ളവരെ അവർക്ക് സീറ്റ് കൊടുക്കണ്ടെന്ന് പറഞ്ഞാൽ കോമ്പറ്റീഷന് നിറയെ പേരുണ്ടായിരുന്നു ലൈനിൽ. പക്ഷേ അന്ന് അവർ ലോട്ട് ഇടുകയല്ലായിരുന്നു, പക്ഷെ ഒരു പബ്ലിക് ഒരു വോട്ടിങ് പോലെ ഇതെടുത്ത് മെമ്പേഴ്സിൻ്റെ ഇതെടുത്തിട്ട് ഡിക്ലെയർഡ് ഇലക്ഷൻ കാൻഡിഡേറ്റായിട്ട് എനിക്കാണ് തന്നത്. അത് കഴിഞ്ഞ് പിന്നെ നോക്കുമ്പോൾ ഹോണസ്റ്റി എന്നുള്ള ആ വാക്ക് അതിന് ഇത്രമാത്രം വിലയുണ്ടെന്ന് എനിക്കതൊന്ന് മനസ്സിലായി. അതിന് ശേഷം ഞാനുണ്ടായിരുന്ന ആ കാലയളവ് അത്രയും വളരെയധികം സിൻസിയറായിട്ട് വർക്ക് ചെയ്യാൻ, അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് എല്ലാ വർക്കിംഗ് ഡേയ്സിലും റിലീസ് കിട്ടും. 9 മണി മുതൽ 4 മണി വരെ വർക്ക് ചെയ്യേണ്ട കാര്യമില്ല. അവിടെ ഓഫീസിൽ പോയിട്ട് അവിടുത്തെ കാര്യങ്ങൾ ചെയ്താൽ മതി. അവിടുത്തെ സൊസൈറ്റി പർച്ചേസ് ഒക്കെ ഉണ്ട്, കാര്യങ്ങളൊക്കെ. എൻ്റെ സ്റ്റാഫും ഒക്കെ ഉണ്ട്, വലിയൊരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്. എനിക്ക് ടെക്സ്റ്റൈൽ ആൻഡ് ഹോം അപ്ലയൻസസിൻ്റെ ഡിവിഷനായിരുന്നു ഇൻചാർജ് ഉണ്ടായിരുന്നത്. അവിടെ ആണ് ഏറ്റവും കൂടുതൽ കടബാധ്യത ഉണ്ടായിരുന്നത്. ഞാൻ സ്റ്റെപ്പ് കയറി ഉള്ളിലേക്ക് ചാർജ് എടുക്കാൻ പോകുമ്പോൾ തന്നെ ദൈവത്തിന് സ്തോത്രം പറഞ്ഞുകൊണ്ട്, യേശുവിൻ്റെ നാമത്തിൽ ജയം പറഞ്ഞു തന്നെയല്ല, അബ്രഹാമിൻ്റെ അതേ ആറ്റിറ്റ്യൂഡ്, അതായത് ഞാനൊരു ചെരുപ്പിൻ്റെ വാറാകട്ടോ ഒരു ചരടാകട്ടോ എടുക്കത്തില്ല എന്നുള്ള ആ ഒരു പൂർണ്ണമായിട്ടുള്ള ആ ഒരു കോൺഫിഡൻസിൽ ആണ് ഞാൻ ചാർജ് എടുത്തതും. അതിന് ശേഷം വളരെ സിൻസിയറായിട്ട് നമ്മുടെ കൂടെയുള്ള ടീമും നന്നായിരുന്നു. അവരും എല്ലാവരും വളരെ സിൻസിയറായിട്ടുള്ള ആൾക്കാരായിരുന്നു. ടോട്ടലി എന്താണെന്ന് ചോദിച്ചെന്നാൽ ഞങ്ങളുടെ പീരീഡ് കഴിയുമ്പോഴേക്ക് കമ്പ്യൂട്ടറൈസേഷൻ ചെയ്തു, കംപ്ലീറ്റ് കമ്പ്യൂട്ടറൈസ്ഡാക്കി. അതുപോലെ തന്നെ പിന്നെ ടെക്സ്റ്റൈൽ വിഭാഗത്തിൽ കുറേ ഈ പഴയ സാധനങ്ങൾ അവരെപ്പോഴും ഇൻവെൻട്രിയുടെ കോളത്തിൽ കുറേ സാധനങ്ങൾ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കും. പഴയ സാധനത്തിന് തന്നെ വിലയിട്ടിട്ട് അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ട് ഞങ്ങളത് ഒരു ഓർഫനേജിലേക്ക് ആ സാധനങ്ങൾ കൊടുക്കാനായിട്ട് മീറ്റിംഗ് കൂടി. അതൊക്കെ പഴയതെല്ലാം ഓർഫനേജിന് നൽകാനായിട്ട് ഇടയായി. പിന്നീട് ഞങ്ങൾ ചാർജ് വേറെ 2 വീലർ സെയിൽ, അതായത് SBI നിന്നാണ് ലോണൊക്കെ അറേഞ്ച് ചെയ്ത്
അതുപോലെ പല കാര്യങ്ങളും ചെയ്തു. ഡൊമസ്റ്റിക് ഐറ്റംസ്, ഹോം അപ്ലയൻസസൊക്കെ, അതിൽ വാഷിംഗ് മെഷീന്, അതുപോലുള്ള മേജർ ഐറ്റംസ് എല്ലാം ഉണ്ടായിരുന്നു. എന്തായാലും ടോട്ടലി ഞങ്ങളുടെ പീരീഡ് കഴിയുമ്പോൾ ഞങ്ങളുടെ 15 ലക്ഷം കടം വീട്ടിയത് മാത്രമല്ല 40 ലക്ഷം ഫിക്സഡ് ഡിപ്പോസിറ്റ് ഇട്ടിട്ട് ഞങ്ങൾ വെളിയിലേക്ക് വന്നു എന്നുള്ളതാണ്. അതായത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നിന്ന് ലോൺ എടുത്ത് കാര്യങ്ങൾ എംപ്ലോയീസിന് കൊടുത്തെങ്കിൽ അവർക്ക് 2 ഇൻസ്റ്റാൾമെൻറ്റ് അവസാനം വന്നിട്ട് കെട്ടണ്ടായി വന്നില്ല. കിട്ടുന്നതായ ബെനിഫിറ്റ് നമ്മൾ എംപ്ലോയീസിന് അത് മെമ്പേഴ്സിന് ഷെയർ ചെയ്യുകയാണ് ചെയ്തത്. അല്ലാതെ കറപ്റ്റാകാതെ ജോലി ചെയ്യാനും, അതുപോലെ തന്നെ ഈ വർക്കിംഗ് അവേഴ്സ് നമുക്ക് ഫുൾ ഡേ റിലീസ് ഉണ്ടെങ്കിലും ഞാൻ പർച്ചേസ് ഉള്ള ദിവസം മാത്രമാണ് ഫുൾ ഡേ റിലീസ് എടുത്തത്. അല്ലാത്തപ്പോഴെല്ലാം ഹാഫ് ഡേ ഞാൻ വർക്ക് ചെയ്യും, ഹാഫ് ഡേ അവിടെ ഓഫീസിൽ പോകും. അങ്ങനെ ചെയ്യുമായിരുന്നു. അപ്പോൾ എൻ്റെ ബോസ് തന്നെ എന്നോട് ചോദിക്കും, നിങ്ങൾക്ക് റിലീസ് ഉണ്ടല്ലോ, പിന്നെ എന്താ നിങ്ങൾ ഹാഫ് ഡേ വർക്ക് ചെയ്യുന്നു? ഞാൻ പറയും, സാറേ ഇതിപ്പോൾ 3 ഇയേഴ്സ് കഴിഞ്ഞ് 4th ഇയറിൽ ഞാൻ എനിക്ക് അത് എത്രയോ വർഷം സർവീസ് ബാലൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു നേച്ചറോ അല്ലെ അങ്ങനത്തെ ഒരു ക്യാരക്ടറോ ഡെവലപ്പ് ചെയ്യാനായിട്ട് എനിക്ക് താല്പര്യമില്ല. അതുകൊണ്ട് ഞാൻ 50 ഹാഫ് ഡേ ഞാൻ വർക്ക് ചെയ്ത് ശമ്പളം വാങ്ങും, ഹാഫ് ഡേ എനിക്ക് ഒഫീഷ്യൽ റിലീസ് മതി എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. എന്നെ പുകഴ്ത്തി പറയാൻ പറഞ്ഞതൊന്നുമല്ല. ഞാൻ പറഞ്ഞ നമ്മൾ ഏത് സാധാരണക്കാർ വിചാരിച്ചാലും നമുക്ക് ഹോണസ്റ്റായിട്ട് ജീവിക്കാൻ പറ്റും. അപ്പോഴും നമ്മുടെ കാര്യങ്ങൾ നമ്മുടെ ഭവനത്തിന് തന്നെ അത് വലിയൊരു ഐശ്വര്യമായിട്ട് മാറും എന്നുള്ളതാണ്. നമ്മുടെ കാര്യങ്ങളിൽ ദൈവം എപ്പോഴും നമ്മോട് കൂടെ ഉണ്ടായിരിക്കും. അതായത് ദാനിയേൽ വന്നിട്ട് ദാനിയേലിൻ്റെ പുസ്തകം 6-ാം അധ്യായം 9 മുതൽ 11 വരെയുള്ള വാക്യത്തിൽ നമ്മൾ വായിക്കുമ്പോൾ ദാനിയേൽ പ്രാർത്ഥിക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കും. എല്ലായ്പ്പോഴും ദൈവത്തിന് സ്തോത്രം ചെയ്യണമെന്നാണ് അത് നമ്മളെ പഠിപ്പിക്കുന്നത്. പ്രാർത്ഥിച്ചതുകൊണ്ട് പ്രതിസന്ധി ഉണ്ടാകത്തില്ല എന്ന് അർത്ഥമില്ല കേട്ടോ. പ്രതിസന്ധികൾ വരും, പ്രശ്നങ്ങൾ വരും. പക്ഷേ അതിൻ്റെ മധ്യത്തിൽ ദൈവം നമ്മുടെ കൂടെ കാവലായിട്ട് കരുതലായിട്ടും നമ്മൾക്ക് ബലമായിട്ടും കൂടെ ഇരിക്കും എന്നുള്ളതാണ്. വീണ് പോകാതെ തളർന്നു പോകാതെ നമ്മളെ കാക്കും. അതാണ് ഏറ്റവും വലിയ നമുക്ക് കിട്ടുന്ന കോൺഫിഡൻസ്. അതുപോലെ തന്നെ ദാനിയേലിൻ്റെ പുസ്തകം 6:16 പറയുന്നത്, സിംഹങ്ങളുടെ ഗുഹയിലേക്ക് ഇട്ട് കളഞ്ഞത് നമുക്കറിയാം, എന്നാൽ എൻ്റെ ദൈവം തൻ്റെ ദൂതനെ അയച്ച് അവയുടെ വായടച്ച് കളഞ്ഞെന്ന് പിന്നീട് സാക്ഷ്യം പറഞ്ഞ ദാനിയേലിനെയാണ് നമ്മളിവിടെ കാണുന്നത്. അപ്പോൾ എത്ര വലിയ പ്രതിസന്ധിയാണ് നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റാത്ത കാര്യമാണ്. സിംഹത്തിൻ്റെ ഗുഹയിലേക്ക് വീണിട്ട് അതിൻ്റെ ദൈവം ദൂതനെ അയച്ച് എൻ്റെ വായടച്ച് പിറ്റേ ദിവസം വന്നിട്ട് ജീവനോടെ ഇരിക്കും. നമ്മൾ ആണെങ്കിൽ പേടിച്ച് തന്നെ നമ്മൾ മരിച്ചിട്ടുണ്ടാവും. അങ്ങനത്തെ പ്രതിസന്ധികളുടെ മധ്യത്തിലും നമ്മളെ തരണം ചെയ്ത് വെളിയിൽ വരാനായിട്ട് പറ്റുന്ന ഒരു ദൈവമാണ്, നമുക്ക് സാധിപ്പിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ കൂടെ ഉള്ളത്. നമുക്കറിയാമല്ലോ, ഈ കോവിഡ് സമയം നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം. അതായത് എത്രയോ ലക്ഷക്കണക്കിന് ജനങ്ങളാണ് ഈ ലോകത്തിൽ മരിച്ചു പോയത്. എന്നാൽ നമ്മൾ ഭയവും അതൊക്കെ ഉണ്ടെങ്കിലും കൂടി അതിൻ്റെ എല്ലാം മധ്യത്തിൽ നമ്മളെ ദൈവം കാത്ത് നമ്മളെ ഇന്നും സൂക്ഷിക്കും, നമ്മൾ ഓർക്കുക. അതുപോലെ തന്നെയാണ് നമ്മൾ ഹോസ്പിറ്റലിൻ്റെ ബില്ല് കൊടുക്കുമ്പോൾ ഓർക്കണം, ദൈവം നമുക്ക് ഒരു കേടും കൂടാതെ സൂക്ഷിച്ച് ആ ദൈവത്തെ നമ്മൾ എന്തെങ്കിലും കൊടുക്കുകയോ അല്ലെങ്കിൽ അതിനു വേണ്ടി നമ്മൾ എന്തെങ്കിലും പ്രവർത്തിക്കുന്നുണ്ടോ നമ്മൾ ചിന്തിക്കേണ്ടതാണ്. നമ്മൾ ദൈവത്തിനൊന്നും കൊടുത്തിട്ടല്ലല്ലോ ദൈവം നമ്മെ കരുതുന്നത്. ഈ നമ്മൾ ചിന്തിക്കുമ്പോൾ കോവിഡ് സമയത്ത് ആശുപത്രികളിൽ ക്യൂവിൽ കാത്തു കിടന്ന് ഓക്സിജന് വേണ്ടി കാത്തു കിടന്ന് ഓക്സിജൻ കിട്ടാതെ തന്നെ മരണമടഞ്ഞ അനേകം സമ്പന്നരെ നമ്മൾ ഓർക്കേണ്ടതാണ്. നമ്മൾ സമ്പത്തില്ലെങ്കിലും അല്ല, സമ്പത്തുണ്ടെങ്കിലും ശരി, ദൈവത്തിൻ്റെ കരുണയില്ലാതെ നമ്മളുടെ ആയുസ് നീട്ടി കിട്ടുക, അല്ലെങ്കിൽ അവർക്ക് എത്ര സ്വത്തുണ്ടായിട്ടും എത്ര ഇതുണ്ടായിട്ടും അവർക്ക് ഓക്സിജൻ കിട്ടാതെ മരിച്ചുപോയി എന്ന് പറയുമ്പോൾ എത്ര വലിയ ദുരിതമായിരുന്നു എന്ന് ആലോചിച്ച് നോക്കുക. ദൈവം നമ്മളെ കാക്കുന്നുണ്ട്, കരുതുന്നുണ്ട്. ഓരോ ദിവസവും നമ്മളെ അവൻ കാക്കുന്നവനായിട്ട് നമുക്കവന് സ്തോത്രം ചെയ്യാം. അവനായി നമ്മളുടെ ജീവിതത്തെ സമർപ്പിക്കാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് ഈ വീഡിയോയെ ചുരുക്കുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യണേ. ബായ്.